നിയമസഭയിലേക്ക് വിഴിഞ്ഞം ചർച്ച ചെയ്യുകയാണ്. അവിടെ സജി ചെറിയാൻ സംസാരിക്കുന്നു. പ്രയാസം ഉണ്ടാകുന്ന പ്രത്യേക പാക്കേജ് ഇതിനകത്ത് വരുന്നില്ല. നമ്മുടെ ഈ നിലവിലുള്ള ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഒരു പ്രത്യേക പാക്കേജ് തൊഴിലാളിക്ക് വേണ്ടി ഉണ്ടാക്കാൻ ശ്രമിക്കും മുഖ്യമന്ത്രി. സാർ, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വികസനത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്, ഡെവലപ്മെൻറ്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. സാർ, ഓരോ പ്രദേശത്ത് ഡെവലപ്മെൻ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഡെവലപ്മെൻറ്റ് വിക്ടിംസ് എന്ന് പറയുന്ന വികസനത്തിൻ്റെ ഇരകൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ വികസന പാക്കേജിനോടൊപ്പം ആ വികസനത്തിൻ്റെ ഇരകളെ ഡെവലപ്മെൻറ്റ് വിക്ടിംസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാകണം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ പ്രത്യേകമായി 475 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് വെച്ചത്. നമുക്കറിയാം, ഇത് ക്ലൈമറ്റ് ചേഞ്ച് വന്നതിന് ശേഷം തീരെ ശോഷണം ഉണ്ടാകുകയാണ്. ഇപ്പോൾ ഒരു പ്രദേശത്ത് 14,000 മീറ്റർ ദൂരത്തിൽ ഒരു ഭിത്തി വരുമ്പോൾ, കടൽ ഭിത്തിയാണ് വരുന്നത് പോർട്ടിൻ്റെ ഭാഗമായിട്ട്, അത്രയും പ്രദേശത്ത് കടലാക്രമണം ഉണ്ടാവില്ല. പക്ഷേ ബാക്കിയുള്ള ഭാഗത്തേക്കുള്ള കടലാക്രമണം രൂക്ഷമാകുകയും ചെയ്യും. അതൊരു സാധ്യതയാണ്. അപ്പോൾ ഞാൻ തന്നെ ഈ നിയമസഭയിൽ വന്ന് വലിയ തുറയിൽ സിമൻറ്റ് ഗോഡൗണിൽ കടന്നിരുന്ന കുടുംബങ്ങളെക്കുറിച്ച് ഈ നിയമസഭയിൽ വന്ന് കൈകൂപ്പി സംസാരിച്ചിട്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണമെന്ന്. ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഏത് ഡെവലപ്മെൻ്റ് ഉണ്ടായാലും അതിനോടനുബന്ധിച്ച് ഡെവലപ്മെൻറ്റ് വിക്ടിംസ് ഉണ്ടായാൽ അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനം തന്നെയായിരിക്കും. ഈ വിഴിഞ്ഞം അതാണ് പോർട്ട് സിറ്റി അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഗവൺമെൻറ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ പോർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ 1/3 ഭാഗമെങ്കിലും തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാരുടെ മക്കൾക്ക് കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നമുക്കെന്താ ഒരു അഡ്വാൻറ്റേജ്? നമ്മുടെ ഏത് ഗ്രാമത്തിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ കിട്ടും, മെക്കാനിക്കൽ എഞ്ചിനീയറെ കിട്ടും, ഒരു MBA-കാരനെ കിട്ടണോ? കിട്ടും. MCA വേണോ? എല്ലാ വിദ്യാഭ്യാസ യോഗ്യതയുള്ളതും ടാലൻറ്റ് ഉള്ളതുമായ ആളുകൾ നമ്മുടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരേ അവസരത്തിൽ ഏത് സ്ഥലത്ത് വികസനം വന്നാലും ആ വികസനം നടക്കുന്ന സ്ഥലത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിനു കൂടി മാറ്റമുണ്ടാകണം എന്നുള്ള ഒരു ഉദ്ദേശം ഈ ഗവൺമെൻറ്റിനുണ്ടാകും. ആ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സങ്കടങ്ങളോടൊപ്പം കൂടെ നിൽക്കുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ശ്രീ ചാണ്ടിയുമ്മൻ. കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം പദ്ധതി ആസൂത്രണം ചെയ്തത്. പക്ഷെ ആ പദ്ധതിക്കെതിരെ 6,000 കോടി രൂപയുടെ അഴിമതിയാണ് സാർ ആ സമയത്ത് ഉന്നയിച്ചത്. തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പനയിൽ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പ്രതികരിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പ്രതികരണം നമുക്കൊന്നുകൂടെ കാണാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തിപ്പിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിൻ്റെ 49% ഓഹരി MSE ഗ്രൂപ്പിൻ്റെ ഉപവിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡിനെ കൈമാറുന്നതായുള്ള വാർത്ത നമ്മുടെ ഗവൺമെൻറ് എങ്ങനെ വിലയിരുത്തുന്നു എന്ന് വ്യക്തമാക്കാം. സർ, ഇത് സംബന്ധിച്ച വാർത്തകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ സർക്കാരിനോട് ഇതിനുള്ള അനുമതി തേടിയിട്ടില്ല. കൺസെഷനെയർ പ്രകാരം അതിലെ ക്ലോസ് 5(3) പ്രകാരം സർക്കാരിൻ്റെ അപ്രൂവൽ ഇല്ലാതെ അവർക്ക് ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സർക്കാരിൻ്റെ അനുമതി വേണം, സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം, ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അനുമതി വേണം. അങ്ങനെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വന്നിട്ടില്ല. ശ്രീ CK ഹരീന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.